റെൻ്റബിൾ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബോർഡ് 220 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങൾ, അതായത് ലൈറ്റ്, ഫാൻ, ചെറിയ മോട്ടറുകൾ എന്നിങ്ങനെയുള്ള ഉപകരണങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് ഡിമ്മർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ AC ഇൻപുട്ട് നൽകി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് ഔട്ട്പുട്ടിൽ നമുക്ക് നമ്മളെ വീട്ടിലെ ഉപകരണങ്ങൾ, അതായത് ഫാന്, ചെറിയ മോട്ടറൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ AC വോൾട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇടത് സൈഡിൽ ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് AC ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ AC ഇൻപുട്ടും ഈ ഒരു ഭാഗത്തു നിന്ന് AC ഔട്ട്പുട്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈന് ന്യൂട്രലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോബിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഫാന്, അതുപോലുള്ള മോട്ടർ, ചെറിയ മോട്ടറുകളൊക്കെ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു AC കോഡ് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ AC കോഡ് കണക്ട് ചെയ്യുന്നത് ആ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് AC കോഡ്. അപ്പോൾ ഞാനിതിലൊരു AC ബൾബ് ലോഡ് ചെയ്ത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് കാണിച്ചു തരാം. നമ്മൾ ഔട്ട്പുട്ടിലാണ് ഈ AC ബൾബ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു AC ബൾബ് ഇതിൽ നമ്മൾ കൊടുക്കണം. ഇതിൽ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാര്യം ബൾബായതുകൊണ്ട് നമുക്കതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ബൾബ് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ആ സ്ക്രൂ ഒക്കെ നന്നായിട്ട് മുടുക്കി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ ലൈനിൽ കൊടുത്തുകൊണ്ട് നമ്മളത് ഉപയോഗിക്കരുത്. കാര്യം ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ലൈനൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കറണ്ടിൽ കൊടുത്ത് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ കറണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആ സ്വിച്ച് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ചെറിയ വെട്ടമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മളിപ്പം സ്പീഡ് അതിൻ്റെ റെഗുലേറ്റ് ചെയ്താണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കൂട്ടി നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളാക്കി 100-ൻ്റെ ബൾബാണ് ഞാൻ അതിൽ കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെട്ടം വരെ നമുക്കിതിനെ റെഗുലേറ്റ് ചെയ്ത് കുറയ്ക്കാൻ സാധിക്കും. ഇനി ഇതിൽ നമുക്കൊരു ഫാനിൻ്റെ മോട്ടർ എടുത്ത് കൊടുത്ത് കാണിച്ചു തരാം. ഒരു ടേബിൾ ഫാനിൻ്റെ മോട്ടറാണ് ഇനി നമുക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ടേബിൾ ഫാൻ എന്ന് പറയുമ്പോഴത്തേക്കും പഴയ മോഡൽ ടേബിൾ ഫാനാണ്. അപ്പോൾ അതിലും നെഗറ്റീവും പോസിറ്റീവും ന്യൂട്രൽ ബേസും ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അത് മാറിയാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും അതിൻ്റെ ആ ഒരു കളർ കോഡ് അനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഫാനിൻ്റെ വയറും നമുക്ക് ഇതുപോലെ ഔട്ട്പുട്ടിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. സ്ക്രൂ ഒക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലൈനിൽ കൊടുത്ത് വെച്ചും കൊണ്ട് ഇങ്ങനെ ചെയ്യല്, ഷോക്ക് അടിക്കും. ലൈൻ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാൻ. മോട്ടർ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്പീഡിൽ നമുക്ക് കറക്കാൻ പറ്റും. ഇതിലും കുറഞ്ഞ സ്പീഡിൽ നമുക്ക് കറക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് സ്പീഡ് കൂട്ടി നോക്കാം. അപ്പോൾ സ്പീഡ് കൂടുന്നുണ്ട്, നല്ല രീതിയിൽ സ്പീഡ് കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുൾ സ്പീഡിൽ എത്തിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ആ മോട്ടറിൻ്റെ ആ എൻഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ലെവൽ വരെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. ഈ ഒരു ലെവൽ വരെ നമുക്ക് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബോർഡ് വെച്ച് നമുക്ക് ചില പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ചില ഫാനുകളിലൊക്കെ നമുക്ക് സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ടേബിൾ ഫാനുകളൊക്കെ ഉണ്ട്. പഴയ മോഡലിലൊക്കെ ഈ ഒരു മോട്ടറിൽ, ഈ വരുന്ന റെഗുലേറ്ററിൽ അത്യാവശ്യം ഇത്രയും സ്പീഡൊന്നും കുറയ്ക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സ്പീഡ് കൂട്ടാൻ പറ്റുന്നതെന്ന് പറയുമ്പം ആ ഒരു മോട്ടറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡ് കൂട്ടാൻ പറ്റൂ. ഏതൊരു ഉപകരണത്തിൻ്റെയും ആ 220 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന ഏത് ഉപകരണത്തിനും നമുക്ക് ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് സ്പീഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതിലൊരു ആംഗിൾ ഗ്രൈൻഡർ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ വയർ ഔട്ട്പുട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ കൊടുത്ത അതേ രീതിയിൽ തന്നെ വയർ കണക്ട് ചെയ്തിട്ട് സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം.
അപ്പോൾ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് AC കോഡ് നമുക്ക് കറണ്ട് കൊടുത്ത് നോക്കാം. ഇപ്പം ഓണാക്കാം. അപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ ഗ്രൈൻഡറിൽ നമുക്ക് ഇതൊരു 50 വോൾട്ട് വരെയാണ് ഇതിന് നമുക്ക് സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ആംഗിൾ ഗ്രൈൻഡർ നമ്മളെ മോട്ടറിൻ്റെ അത്രയും നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിലും സ്ലോ സ്പീഡ് ആണ്. ഇപ്പോൾ സ്ലോ സ്പീഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് ഫുൾ സ്പീഡിൽ ആക്കി നോക്കാം. ഇത് സ്ലോ സ്പീഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫുള്ളാക്കി നോക്കാം. ആ എൻഡിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ഫുൾ സ്പീഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.